അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. സഭാവിശ്വാസികൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രൈസ്തവരായ ഞങ്ങൾക്ക് ഉള്ള അനന്യത എന്താണ്? മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരെക്കാൾ ഞങ്ങൾക്കുള്ള വ്യത്യസ്തത എന്താണ്? അതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ദൈവത്തിന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ ശരീരം വേണമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി. പക്ഷേ അവിടുന്ന് കന്യകാമറിയത്തിൽ നിന്ന് സ്വീകരിച്ച ഈ മനുഷ്യ ശരീരത്തിന് ദൈവനിശ്ചയപ്രകാരം 33 വർഷമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ദൈവം തുടങ്ങി വെച്ച ദൈവരാജ്യ പ്രഘോഷണം ലോകാവസാനം വരെ തുടരണം. അപ്പോൾ രണ്ടാമതൊരു ശരീരത്തിൻ്റെ ആവശ്യം വന്നു. അവിടുന്ന് രണ്ടാമതൊരു ശരീരത്തെ തിരഞ്ഞെടുത്തു. അതാണ് ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ സഭ. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഓരോരുത്തരോടും പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, ക്രൈസ്തവരായ ഓരോ വ്യക്തിയുടെയും അനന്യത, പ്രത്യേകത, ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ സഭയുടെ തലവനായ മാർപ്പാപ്പയും ഞാനും നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ശരീരമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുകയില്ല, ശരീരത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ക്രിസ്തു പ്രവർത്തിക്കുന്നത് തൻ്റെ ശരീരമായ സഭയിലൂടെയാണ്, നാം ഓരോരുത്തരിലൂടെയാണ്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രേഷ്ഠത, സഭയുടെ ശ്രേഷ്ഠത. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഞങ്ങളെ അവിടുത്തെ ശരീരവും അതിലെ അവയവങ്ങളുമായി തിരഞ്ഞെടുത്ത കർത്താവേ, ഞങ്ങളെ ഭരമേൽപ്പിച്ച ദൈവരാജ്യ ശുശ്രൂഷ നിരന്തരം വലിയ തീഷ്ണതയോടെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ മാറിയ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ മാലാഖാമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.